ദശകം 9 ശ്ലോകം 1. സിദസ്സ കമലോത്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുദസ്സിദമംബുദാ ഉദിതമിത്യാനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവത്താനനാം ചതുർവദനധാമകാത് വികസദഷ്ടദഷ്ട്യംബുജാം. ശ്ലോകം 2. മഹാർണവവികൂർണിതം കമലമേവ തൽക്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹം കുദസ്സിദേദം അംബുജം സമജനീതി ചിന്താമഘാത്. ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേ ദിദിസ്മകൃതനിശ്ചയ സകല നാളരന്ധ്രധ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി തുദീയമതിമോഹനം നതു കളേ പരം ദൃഷ്ടവാൻ. ശ്ലോകം 4. തതസ്സകലനാളികാവരമാർഗഗോമാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രധീഃ സമാധിബലമാദദേ ഭഗവദനുഗ്രഹേകാഗ്രഹീ. ശ്ലോകം 5. ശതേന പരിവത്സരേ ദൃഢസമാധിബന്ധോലസ പ്രബോധവിശദീകൃത സകലു പത്മിനീ സംഭവഃ അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തദൃശാ വിജഷ്ടപരിതുഷ്ടദീ ഭുജഗഭോഗഭാഗാശ്രയം. നമസ്തേ. ദശകം 9 നാരായണീയത്തിൽ സൃഷ്ടിയെപ്പറ്റി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വളരെ വിശദമായും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് തരുന്നു എന്നുള്ളതാണ്. നാരായണീയം വായിക്കുന്നവർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അർത്ഥങ്ങളും കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. എങ്കിലേ അറിവുണ്ടാവുള്ളൂ, നാരായണീയത്തെപ്പറ്റി അറിവുണ്ടാവുള്ളൂ. മറ്റത് വായിക്കാം എന്നുള്ള ആ ഒരു കഴിവ് മാത്രമേ നമ്മൾ നേടുന്നുള്ളൂ. അത് പോരാ. കാരണം ആ വായിച്ചു കഴിഞ്ഞ് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ചിലത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വായനയുടെ ഗുണം സഫലമാകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ പ്രപഞ്ച സൃഷ്ടി, ഇതിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കി നിങ്ങൾ മറ്റുള്ളവർക്ക്, കുട്ടികൾക്ക് ഒക്കെ സംഭാഷണ മധ്യേ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ നാരായണീയത്തിൽ ഞാനിങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചു, അതിലിങ്ങനെയാണ് പറയുന്നതൊക്കെ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് ആ നാരായണീയ പാരായണത്തിൻ്റെ വിജയം നിൽക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദശകം 9 ബ്രഹ്മാവിൻ്റെ പ്രപഞ്ച സൃഷ്ടി, അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ സഹ കമലോഭവ തവ നാഭി പങ്കേരുഹേ ഹി സ്ഥിതഃ, താമരയിൽ നിന്ന് ആവിർഭവിച്ച ബ്രഹ്മാവ് അങ്ങയുടെ നാഭീകമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അംബുദൗ ഇതം കുത സ്വിത് ഉദിതം ഇതി അനാലോകയൻ, സമുദ്രത്തിൽ ഈ താമര ഏതിൽ നിന്നുണ്ടായതെന്നറിയാതെ ബ്രഹ്മാവ് തദീക്ഷണ കുതൂഹലാത്, അത് കണ്ടെത്താനുള്ള താല്പര്യത്താൽ പ്രതിദിശം വിവുത്ഥാനന, ഓരോ ദിക്കിലേക്ക് മുഖം തിരിച്ചു നോക്കി ദൃഷ്ട്യുംബുജാം ചതുർവദനതാം അഗാത്, വിടർന്ന താമരപ്പൂക്കൾക്ക് സമാനമായ 8 കണ്ണുകളുള്ള നാൻമുഖൻ, 4 മുഖത്തോടു കൂടിയവൻ എന്നർത്ഥമാണ്, എന്ന അവസ്ഥയെ ബ്രഹ്മാവ് പ്രാപിച്ചു എന്നാണ്. എങ്ങനെയാണ് ബ്രഹ്മാവിന് 4 മുഖമുണ്ടായി എന്ന കാര്യം കൂടി ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. താമര വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി വരുന്നു. സനാതനധർമ്മത്തിൽ താമരയ്ക്കുള്ള പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നുള്ളത് ഈ നാരായണം വായിച്ചവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് വെറും ഒരു പുഷ്പമല്ല,
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ പ്രതീകമാണ്. അവിടെ ആ രീതിയിൽ വേണം ആ പുഷ്പത്തെ കാണാൻ. വെറും അലങ്കരിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ല, പ്രപഞ്ച സൃഷ്ടിയെ ദ്യോതിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒരു പുഷ്പവും കൂടിയാണ് താമര എന്ന് പറയുന്നത്. അപ്പോൾ ആ താമരയിലിപ്പോൾ ഇരിക്കുകയാണ് ബ്രഹ്മാവ്, സുഖമായിട്ട് താമരയിലിരിക്കുന്നു. പത്മാസനസ്ഥൻ എന്നല്ലേ പറയുക, പത്മാസനത്തിൽ ആ പത്മത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതും ആ താമര എവിടെ നിന്നാണ് ഉണ്ടായത്? മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, നാഭികമലത്തിൽ നിന്നാണ്. അതും മനസ്സിലാക്കി ബ്രഹ്മാവ്. അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് ഈ താമര എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് വിഷയമായി. സമുദ്രത്തിൽ എങ്ങനെയാണ് ഈ താമര ഉണ്ടാകുന്നത്? ശുദ്ധജലത്തിലുണ്ടാവുന്നതാണല്ലോ ഈ താമര. അപ്പോൾ എങ്ങനെ സമുദ്രജലത്തിലുണ്ടായി എന്ന ആ ഒരു ശങ്ക അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ 4 ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കുകയാണ്. 4 ഭാഗത്തേക്ക് നോക്കി എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ എന്നുള്ളതെപ്പറ്റി അദ്ദേഹം 4 ഭാഗത്തേക്കും നോക്കി. അങ്ങനെ 4 ഭാഗത്തേക്കും ബ്രഹ്മാവ് നോക്കിയപ്പോഴാണ് 4 മുഖമുണ്ടായത് എന്ന് പറയുന്നു. നാൻമുഖൻ, 4 ഭാഗത്തും മുഖത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ആ ബ്രഹ്മാവിന് 4 മുഖമുണ്ടായെന്ന് ആരെങ്കിലും സംശയം ചോദിച്ചാൽ നിങ്ങൾക്കത് പറയാൻ സാധിക്കണം. അവിടെയാണ് ഇതിൻ്റെ ഒരു ഊന്നൽ ഞാൻ നൽകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ താമരയുടെ മുകളിൽ ഞാനിരിക്കുന്ന പുഷ്പമാണ്. ഈ പുഷ്പം എങ്ങനെ എന്നെ താങ്ങുന്നു, അതും വലിയൊരു അത്ഭുതമാണല്ലോ. അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നീട് 2ാമത്തെ ശ്ലോകമാണ്. മഹാർണവ വിഘൂർണിതം തത് കമലം കേവലം മേവ. മഹാസാഗരത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആ താമരപ്പൂവിനെ ആശ്രയിക്കാതെ തന്നെ വിലോക്യ തതുപാശ്രയം തവ തനും തു ന ലോകയൻ. അതിന് ആശ്രയമായ അങ്ങയുടെ ദിവ്യശരീരത്തെ കാണാതെ മഹതി കമലോദരെ, വിശാലമായ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായ ഏഷ അഹം ക. തനിച്ചിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഇതം അംബുജം കുദാസിത് സമജനി. ഈ താമരപുഷ്പം ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഇത് ചിന്താം അഗാധ് തുടങ്ങിയ ചിന്തകൾ ബ്രഹ്മാവിലുണ്ടായിരിക്കുന്നത്. താൻ ഇപ്പോൾ സ്വയം മനസ്സിലാക്കുന്നത് താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഈ താമരപ്പൂവ് എതിനെയാണ് ആശ്രയിക്കുന്നത്? അതങ്ങനെ പെട്ടെന്നങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ ആശ്രയസ്ഥാനം ഏതാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ശരീരം ഉണ്ടെങ്കിൽ അതേതാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത്. വേറെ എവിടെ നോക്കിയാലും ഒരു ജീവിയെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും പ്രതിഭാസങ്ങളെയോ തനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ചിന്തയും ബ്രഹ്മാവിൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഈ താമരപ്പൂവിൻ്റെ ഉത്ഭവം എങ്ങനെ? അതാണ് ഇപ്പോൾ എനിക്കറിയേണ്ടത്. ഞാനെങ്ങനെ ഉണ്ടായി താമരപ്പൂവിൽ? ശരി, പക്ഷേ ഈ താമരപ്പൂവ് എങ്ങനെ ഉണ്ടായി? ആ ഒരു ചിന്ത, ഏത് കാര്യങ്ങളും കാര്യകാരണ സഹിതം നമ്മൾ ഉറപ്പിക്കണം. ഒരാളൊരു കാര്യം പറഞ്ഞു കേട്ട് അതേപോലെ നമ്മൾ മറ്റൊരാൾ പറയരുത്. ആ കാര്യം കേട്ട് കഴിഞ്ഞ ശേഷം അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബുദ്ധിയിൽ കൂടെ ചിന്തിക്കണം. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് നൽകുന്ന ഒരു യന്ത്രം പോലെയാവും നമ്മൾ യന്ത്രമാവാൻ പാടില്ല. ആ പറയുന്നതിൽ കാര്യമുണ്ടോ അല്ല അബദ്ധമാണോ പറയുന്നത് എന്ന് ഒരു ചെറിയ ഒരു വിശകലനം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. കേട്ടപാട് അതേപോലെ പറയരുത് എന്നുള്ളതാണ്. അപ്പം അതും കൂടി ഇതിൽ ബ്രഹ്മാവ് നമുക്ക് നൽകുന്നതാണ്. ഞാൻ താമര മുകളിലാണ് ഇരിക്കുന്നത് സമ്മതിച്ചു, പക്ഷേ ഈ താമര എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ് അവിടെ. ശ്ലോകം 3. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേധി. താനിരിക്കുന്ന താമരപ്പൂവിന് ഒരു കാരണം തീർച്ചയായും ഉണ്ടാകണമല്ലോ. ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ടാവും. അതിനെയാണ് കോസ് ആൻഡ് എഫക്റ്റ് തിയറി എന്ന് പറയും. ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കോസ് ഉണ്ടാവണം. കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല.
റീസണിങ് എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളതാണ്. അത് മുമ്പേ നമ്മുടെ ഋഷീശ്വരന്മാർ അതിനെപ്പറ്റി ചിന്തിച്ച് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതിൻ്റെ കാരണത്തെപ്പറ്റി നിരന്തരം അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ അവർ അന്വേഷിച്ചതിൽ നിന്നാണ് നമുക്കിന്ന് പുരാണങ്ങളിലൂടെ പല അറിവുകളും ലഭിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരൊക്കെ കുറേയൊക്കെ അതിനെയും അവലംബിച്ചുകൊണ്ടാണ് അവരുടെ പരീക്ഷണം നടത്തുന്നത്. അത് അവസാനം അവർ കണ്ടെത്തി കഴിയുമ്പോൾ ഇതിനെ മറക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊരു നന്ദി കാണിക്കുന്നില്ല. ഈ വിവരങ്ങളൊക്കെ പുരാണങ്ങളിൽ നിന്നാണല്ലോ ചിന്തിക്കാൻ നമുക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് എന്താ സാഹിത്യമുള്ളത്? ഒരു സാഹിത്യമില്ല. ഈ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതൊക്കെ വരുമ്പോഴാണല്ലോ അതെന്താണ് ഏതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതില്ലെങ്കിൽ വെറും ഒരു വട്ടപൂജ്യമാണ്, ശൂന്യമാണെല്ലാം. അതാണ്. ഇതൊക്കെ നമ്മുടെ അറിവിലേക്ക് സഹായിക്കുന്ന അമൂല്യമായ ഗ്രന്ഥങ്ങളാണ്. അതാണ് നമ്മളിതിനെ ഈ പുരാണങ്ങളെയും അതുപോലെ ഇത്തരത്തിലുള്ള കാവ്യങ്ങളെയും ഇപ്പോഴും ബഹുമാനിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കിയത് ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് വേണ്ടി എഴുതിയതല്ല. എത്രയോ തലമുറകൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്രയോ തലമുറകൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ദൗത്യവും അത് തന്നെയാണ്. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം അതിൻ്റെ കാര്യം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ താനിരിക്കുന്ന ആ താമരപ്പൂവിനൊരു കാരണം തീർച്ചയായും ഉണ്ടാകണമല്ലോ. ഇത് സ്മാ കൃത നിശ്ചയ പ്രൗഢധി സഖലു. ഈ സംശയം ഉള്ളിലുറപ്പിച്ച് ബുദ്ധിവൈഭവമുള്ള ബ്രഹ്മാവ് സ്വയോഗബലവിദ്യയ നാളരന്ധ്രധ്വന സമവരുഢവാൻ തൻ്റെ യോഗശക്തിയാലും ജ്ഞാനശക്തിയാലും താമരത്തണ്ടിൻ്റെ ദ്വാരത്തിലൂടെ കീഴ്പോട്ടിറങ്ങി അതിമോഹനം ത്വദീയം കളയപരം തുന ദൃഷ്ടവാൻ. അതീവ സുന്ദരമായ അങ്ങയുടെ ദിവ്യശരീരം ബ്രഹ്മാവിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ബ്രഹ്മാവ് താമര ഇരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ എന്താ കാണുന്നത്? അതിൻ്റെ തണ്ടാണ്, നാളം, താമരയുടെ നാളമാണ് കാണുന്നത്. അപ്പോൾ ഈ നാളം വലിയ നാളായിരിക്കുമല്ലോ, അതിലൂടെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നുണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം മെല്ലെ ആ താമരയുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ഈ താമരയുടെ ആ നാളത്തിലൂടെ ഇറങ്ങിയെന്നാണ് പറയും. അങ്ങനെ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങുകയും പക്ഷേ ഭഗവാന്റെ ശരീരം കാണാൻ പറ്റിയിട്ടില്ല, ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല, എങ്ങനെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഒരു അനുഭവം ബ്രഹ്മാവിനുണ്ടായി എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ എന്താ പറയുക, നമ്മുടെ സൃഷ്ടിയുടെ തുടക്കത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഭട്ടതിരിപ്പാട് ആകർഷിക്കുന്നത്. ഇത്തരം സംഭവങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ആദിമൂലം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ അത് നമുക്ക് വേഗം ലഭിച്ചോളണമെന്നില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സ് അതിലേക്ക് തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ഇത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്തിനൊരു പേരുണ്ടാവുമല്ലോ. ആ പേരെങ്ങനെ ഉണ്ടായി? ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ ചേവായൂർ എന്നാണ് പറയുന്നത്. എങ്ങനെ ആ പേരുണ്ടായി? എത്രയോ ആളുകൾ ചേവായൂരിൽ ജനിച്ചു, ജീവിച്ചു, പോയി, ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരോടും ഞാനത് ചോദിക്കുകയുണ്ടായി. ചേവായൂർ, അതെ ചേവായൂർ എന്നാണ് പറയുക അവിടെ. അതെ, അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? കാരണമില്ലാതെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ അവരെന്തൊക്കെയോ ചില ആ വാക്കുകളെ പറ്റി പെട്ടെന്ന് തോന്നിയത് പറഞ്ഞു പോവുകയാണ്. നമുക്കൊരു ചരിത്ര ഗവേഷണ ബുദ്ധി ഓരോരുത്തർക്കും ചെറിയ തോതിലെങ്കിലും വേണം. ഓരോരുത്തരും ജനിച്ച കുടുംബം, അച്ഛൻ അമ്മ, അത് നമുക്കറിയാം. അവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നു, അതുപോലെ അവരുടെ മീതെയുള്ള അച്ഛനമ്മമാരായിരുന്നു. മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശി. അങ്ങനെ നമ്മൾ ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തബന്ധമുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം. ഒരു കുട്ടി വളർന്ന് വലുതാവുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മുടെ കുടുംബത്തിലെ ആ ബന്ധങ്ങൾ. അതിൽ വലിയമ്മ, ചെറിയമ്മ, അമ്മാവൻ, അമ്മായി, ഇങ്ങനെയുള്ള ഒരുപാട് പേരോടുകൂടിയുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുകയാണ്. അവരൊക്കെ ബന്ധുക്കൾ മാത്രമല്ല, രക്തബന്ധമുള്ളവരാണ്, സഹോദരിമാർ.
പൂർവികന്മാരായ പിതാക്കളും പൂർവികന്മാരായ മാതാക്കളും ആ വംശപരമ്പര എത്രത്തോളം പിന്നിലേക്ക് പോയിട്ട് നമുക്ക് വിവരം കിട്ടാൻ സാധിക്കുമോ അത്രത്തോളം ഓരോരുത്തരും ശ്രമിക്കണം. ഇന്നിപ്പോൾ ആളുകൾക്ക് എന്താ അറിയാം, അച്ഛനമ്മേനെ അറിയാം, അതിൻ്റെ മുകളിലുള്ളവരെ പറ്റി അറിയില്ല. പൂർവികന്മാരെ ചോദിച്ചാൽ അങ്ങനെ എവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ മനസ്സിലാക്കുന്നുമില്ല അമ്മ പറയുമ്പോൾ. അത് അത്ര കാര്യമില്ലല്ലോ, പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അവനവൻ താമസിക്കുന്ന സ്ഥലം, എത്രയോ കാലം താമസിച്ചാൽ ആ പേര് പറയാമെന്നല്ലാതെ എങ്ങനെയുണ്ടായി ആ പേര്, ഭാരതം എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി, അതിന് പുരാണങ്ങളിൽ വിശദീകരണമുണ്ട്. അതുപോലെ നമ്മൾ ജനിച്ച സ്ഥലം എവിടെയാണോ ആ ജനിച്ച സ്ഥലത്തിന് എങ്ങനെ ആ പേരുണ്ടായി, ഇപ്പോൾ ഉള്ള പേരാണോ ഉണ്ടായത് ആദ്യം, അതല്ല അതിനു മുമ്പ് വല്ല പേരുണ്ടായിരുന്നു. കോഴിക്കോട് എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്, എത്ര പേർക്ക് ഇപ്പോൾ പറയാൻ പറ്റും? കോഴിക്കോട് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് പേരായി ആയിരിക്കുമോ? ആവില്ല. അതിനെന്തെങ്കിലും പ്രത്യേകത കാണും, അതിന് കോഴിയുമായിട്ടൊരു ബന്ധം കാണണം. അല്ലാതെ കോഴിക്കോട് എന്നിട്ടില്ലല്ലോ. എന്നുള്ള പ്രയോഗം തന്നെ ഉപയോഗിച്ചു, അപ്പോൾ കോഴി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഴ്ന്ന് പഠിക്കുന്ന സമയത്താണ് ഈ കോഴിക്കോടിന് പഴയ കാലത്ത് പണ്ഡിതന്മാർ, സംസ്കൃത പണ്ഡിതന്മാർ കുക്കുടധ്വജപുരി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴിയാണ്. അതിൻ്റെ ധ്വജത്തിൻ്റെ കൊടിയടയാളമാക്കിയ ആ ദേവതയുടെ നാട് എന്നുള്ള പേര് വന്നു. അപ്പോൾ ആരായിരിക്കും കുക്കുടധ്വജൻ? സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ്റെ പേരുമായിട്ട് കോഴിക്കോടൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. ചേവായൂരിനും അതുപോലെ സുബ്രഹ്മണ്യ ബന്ധമുണ്ട്. ചൊവ്വയൂർ ആണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അറിവിലേക്കത് മുതൽക്കൂട്ടാവുന്നത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കെങ്കിലും ആ ചരിത്രാവബോധം ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ ഈ കാര്യം. പിന്നെ 4-ാമത്തെ ശ്ലോകത്തിൽ തത സകല നാളിക വിവരമാർഗ മാർഗയൻ, പിന്നീട് ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങളിലൂടെയും പോയി ശതവത്സരം പ്രയസ്യ 100 വർഷം പ്രയത്നിച്ചുവെങ്കിലും കിമഭിനയേവ സംദൃഷ്ടവാൻ, ഒരു തെളിവ് പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ, പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ച് ബ്രഹ്മാവ് മടങ്ങി താമരപ്പൂവിനുള്ളിൽ തന്നെ സുഖമായി വസിച്ചു. ഏകാഗ്രതി ഭഗവദനുഗ്രഹൈകി, മനോബുദ്ധിയെ ഏകാഗ്രമാക്കി അങ്ങയുടെ അനുഗ്രഹത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബ്രഹ്മാവ് സമാധിബലാധതെ സമാധിയെ പ്രാപിച്ചു. വളരെ താഴത്തു ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല. എവിടെ നിന്നാണത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ക്ഷീണിതനായി തിരിച്ചു വന്ന് ആ താമര മുകളിൽ തന്നെ ഇരുന്നു, സമാധി അവസ്ഥയിലായി. പിന്നീട് 5-ാമത്തെ ശ്ലോകമാണ് ശതേന പരിവത്സരേർ ദൃഢ സമാധിബന്ധോല്ലസത്ത് എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ്. സഹ പത്മിനി സംഭവ ഖലു ശതേന പരിവത്സരേ, ആ പത്മജനായ പത്മത്തിൽ നിന്നുണ്ടായവനായ ബ്രഹ്മാവ് 100 ദിവ്യവത്സര കാലത്തോളം ദൃഢസമാധി ബന്ധോല്ലസത് പ്രബോധവിശത് കൃത, ഉറച്ച സമാധിയായതിനാൽ മനസ്സിലെ കളങ്കമെല്ലാം നീങ്ങി ആത്മജ്ഞാനിയായി മാറി. പരിതുഷ്ടധീ അദൃഷ്ടചരം അദ്ഭുതം ഭുജഗഭോഗാശ്രയം തവ രൂപം, അതുവരെ കണ്ടില്ലാത്തതും അദ്ഭുതത്തിനു കാരണമായതും ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ച് അവസ്ഥയിലുണ്ടായതുമായ അങ്ങയുടെ ദിവ്യശരീരം അന്തർദിശ വജഷ്ടഹി, ദിവ്യദൃഷ്ടിയിൽ ബ്രഹ്മാവ് ദർശിച്ചു. നേരിട്ട് നഗ്നമായ നേത്രങ്ങളാൽ കാണാൻ പറ്റുമോ എന്ന് നോക്കി, പക്ഷെ അത് വിജയിച്ചില്ല. പക്ഷെ ബ്രഹ്മാവ് അതുകൊണ്ട് പരാജിതനായില്ല. അദ്ദേഹം സമാധിസ്ഥനായി അകത്തേക്ക് നോക്കുകയാണ്, പുറത്തേക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഉടനെ സമാധിസ്ഥനായി ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാവുന്നത്. എവിടെ നിന്നാണ്? യോഗസമാധിയുടെ ഫലമായി ഭഗവാന്റെ ദിവ്യശരീരം, അതായത് മഹാവിഷ്ണുവിൻ്റെ ദിവ്യശരീരം ബ്രഹ്മാവ് തൻ്റെ ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സഹായത്തോടെ കണ്ടെത്തുന്നതിനെ ഞാൻ ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ടോ ചെവികൾ കൊണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ സ്പർശം കൊണ്ടോ അല്ല, ഉള്ളിലുള്ള ആ ഒരു തത്വത്തെ അതിന് ആത്മാവ് എന്നാണ് പറയുന്നത്. അതിനെയാണ് ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. എന്താണ് തൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട വസ്തുത മനോഹരമായി
ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ആദിശേഷൻ്റെ എന്ന് പറയുന്ന ഒരു പാവനമായ നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ച അവസ്ഥയിലുള്ളതുമായ അങ്ങയുടെ ദിവ്യ ശരീരം, ആദിശേഷനെ ശയ്യയായി കൊണ്ട് അതിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെയാണ് ഇവിടെ ബ്രഹ്മാവ് ദർശിക്കുന്നത്. എവിടെ? ദിവ്യദൃഷ്ടി ഇവിടെ ഉള്ളിൽ തന്നെ. അതിന് മുമ്പ് പറഞ്ഞു നമ്മുടെ എല്ലാ അറിവും ഉള്ളിലുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നില്ല, അതുകൊണ്ട് അറിയില്ല. ഒക്കെ പുറമേയുള്ള പുസ്തകങ്ങളും പറയുന്നതും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഉള്ളിലുണ്ട്. അതിനെ സമാധിസ്ഥനാകുമ്പോൾ, ധ്യാനനിരതനാകുമ്പോൾ മാത്രമേ അത് നമുക്ക് വെളിപ്പെടുള്ളൂ. ആ ഒരു തത്വം കൂടി ഇവിടെ അതിമനോഹരമായിട്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നു. ഈ ശ്ലോകം തന്നെ ഒരു ഗവേഷണത്തിന് വിധേയമാക്കേണ്ട ശ്ലോകമാണ്. അതിൽ അത്ര മനോഹരമായിട്ടാണ് ഭഗവാനെ കണ്ടെത്തിയ വിവരം അവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമസ്തേ.